പ്രിയദർശിനി പദ്ധതിയുടെ വരവ് ഏറ്റവും കൂടുതൽ വൈറ്റത്തടിച്ചത് സ്വകാര്യ ബസ്സുകൾക്കാണ്. ഇതോടുകൂടി തന്നെ സ്വകാര്യ ബസ്സുകളെ ഇപ്പോൾ തൃപ്തിപ്പെടുത്താൻ പുതിയ പദ്ധതിയാണ് UDF സർക്കാർ ആവിഷ്കരിക്കാൻ ഒരുങ്ങുന്നത്. സ്വകാര്യ ബസ് മേഖലയെ രക്ഷിക്കാൻ പുതിയ നീക്കം, അതായത് പുതിയ വരുമാന മാർഗവുമായി സ്വകാര്യ ബസ്സുകളുടെ അകത്തും പുറത്തും പരസ്യങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള ഔദ്യോഗിക അനുമതിയാണ് ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾക്ക് ടിക്കറ്റ് ഇതര വരുമാനം കണ്ടെത്തുന്നതിനായി തന്നെ വൻ ഇളവുകളാണ് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണിന്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ സ്വകാര്യ ബസ്സുകൾ സഞ്ചരിക്കുന്ന പരസ്യ ബോർഡുകളായി മാറുമോ എന്നതാണ് ചോദ്യം. ഇവിടെ സ്വകാര്യ ബസ്സുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പല പോംവഴികളും സർക്കാർ ആലോചിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. മാത്രമല്ല, പ്രിയദർശിനിയുടെ വരവ് ഉടൻ അവസാനിപ്പിച്ചാൽ ജനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുമോ എന്ന ഭയം പോലും ഇവിടെ സർക്കാർ പ്രകടമാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിൽ നിലവിൽ സ്വകാര്യ ബസ് ഉടമകൾ നേരിടുന്ന വിവിധ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനായി തന്നെ കേരള സർക്കാർ പുതിയ ഗതാഗത നയം ഉടൻ തന്നെ നടപ്പാക്കാൻ ഒരുങ്ങുന്നതായി തന്നെ, അല്ലെങ്കിൽ അത് നടപ്പാക്കുമെന്ന ഉറപ്പ് ഇപ്പോൾ മന്ത്രി നൽകിയിരിക്കുന്നത്. സർക്കാരിന്റെ ഈ തീരുമാനത്തെ വലിയ പ്രതീക്ഷയോടെയാണ് സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകൾ സ്വാഗതം ചെയ്തിരിക്കുന്നത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കായി തന്നെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയതിനെ തുടർന്നുകൊണ്ട് സ്വകാര്യ ബസ് മേഖലയ്ക്ക് കനത്ത സാമ്പത്തിക ആഘാതം നേരിടേണ്ടി വന്നിരുന്നു. ഈ വരുമാന നഷ്ടം മറികടക്കുവാനും ബസ് സർവീസുകൾ അവിടെ ലാഭകരമാക്കുവാനുമാണ് ഇപ്പോൾ പരസ്യം പതിപ്പിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. പ്രിയദർശിനി പദ്ധതി എന്നത് ഒരു സർക്കാർ പോളിസിയുടെ ഭാഗമായി തന്നെ നടപ്പിലാക്കിയതാണ് എന്നതും മന്ത്രിയുടെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതുമൂലം സ്വകാര്യ ബസ് നിക്ഷേപകർക്ക് അവിടെ ഉണ്ടായിട്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സർക്കാർ വളരെ സൂക്ഷ്മമായി തന്നെ വിലയിരുത്തുന്നുണ്ട്. ഈ പദ്ധതി ഏതൊക്കെ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചതെന്ന് കൃത്യമായി പഠിക്കുന്നതിനായി പത്മകുമാർ ചെയർമാനും ഡോക്ടർ ശ്രീദേവി വൈസ് ചെയർപേഴ്സണുമായും അത്തരമൊരു പ്രത്യേക സമിതിക്ക് ഇപ്പോൾ രൂപം നൽകിയിരിക്കുകയാണ്. ഈ കമ്മിറ്റി 45 ദിവസത്തിനുള്ളിൽ സർക്കാരിന് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുവാനും അതിന്മേൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. പ്രിയദർശിനി പദ്ധതി കാരണം വരുമാന നഷ്ടം സംഭവിച്ച ബസ്സുകൾ ടിക്കറ്റ് ഇതര മാർഗങ്ങളിലൂടെ വരുമാനം കണ്ടെത്താൻ ശ്രമിക്കണമെന്നും മന്ത്രി നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പരസ്യ വരുമാനത്തിനായുള്ള വലിയ സാധ്യതയും ബസ് ഉടമകൾക്കായി തന്നെ സർക്കാർ തുറന്നു കാണിക്കുന്നത്. KSRTC ബസ്സുകളിൽ ദീർഘകാലമായി തന്നെ പരസ്യങ്ങൾ പതിപ്പിച്ചു വരുന്നുണ്ടെങ്കിൽ പോലും സ്വകാര്യ ബസ്സുകളുടെ പുറത്ത് വിപുലമായ രീതിയിൽ പരസ്യം ചെയ്യാൻ അനുമതി ലഭിക്കുന്നത് ഇതാദ്യമായിട്ടാണ് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു ശ്രദ്ധേയമായ കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.